ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് എലഗൻസ് വിത്ത് പെർഫെക്ഷൻ, ആഭരണങ്ങളുടെയും കോസ്മെറ്റിക്സിന്റെയും വലിയ കളക്ഷൻ. ഗ്രാൻഡ് ലേഡീസ് ഹബ്, 3 പീടിക. ഇനി വിവാഹം ഇന്റിമേറ്റ് മാട്രിമോണിയിലൂടെ ഒറ്റത്തവണ രജിസ്ട്രേഷൻ, വിവാഹം വരെ സർവീസ്. ഇന്നും ഇഷ്ടങ്ങൾക്കൊപ്പം ഇന്റിമേറ്റ് മാട്രിമോണി, ബ്യൂട്ടിഫൈയിങ് യുവർ ലൈഫ്. ദൈവവിഗ്രഹങ്ങൾക്ക് അനുയോജ്യമായ ഉടയാടകൾക്കും ആഭരണങ്ങൾക്കും മഹാദേവ ക്രിയേഷൻസ്, ഓപ്പോസിറ്റ് വെണ്ണിക്കൽ ശിവക്ഷേത്രം, കൂത്തുകുളം, വലപ്പാട്. കുട്ടികളിൽ കൃഷിയോടുള്ള താൽപര്യം വളർത്തുന്നതിനും കാർഷിക മേഖലയിലേക്ക് പുതുതലമുറയെ ആകർഷിക്കുന്നതിനുമായി സംസ്ഥാന കൃഷി വകുപ്പ് കതിർ പദ്ധതിക്ക് തുടക്കം കുറിക്കുകയാണെന്ന് സംസ്ഥാന കൃഷി വകുപ്പ് മന്ത്രി ടി സിദ്ദിഖ്. വലപ്പാട് CP അഗ്രികൾച്ചറൽ ഫാമിന്റെ ആഭിമുഖ്യത്തിൽ തരിശുഭൂമിയിലെ കൃഷിയിറക്കലും ഹൈബ്രിഡ് പച്ചക്കറി നടീൽ ഉദ്ഘാടനവും നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. കതിർ പദ്ധതിയുടെ ഭാഗമായി സംസ്ഥാനത്തെ സ്കൂളുകളിൽ കാർഷിക ക്ലബ്ബുകൾ രൂപീകരിക്കും. കാർഷിക ക്ലബ്ബുകളുടെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികൾക്ക് കൃഷിയിൽ നേരിട്ട് പങ്കാളികളാകുന്നതിനുള്ള അവസരമൊരുക്കും. സ്കൂൾ വളപ്പിൽ കൃഷി ചെയ്യാൻ സൗകര്യമില്ലാത്ത സ്കൂളുകളിൽ പ്രത്യേക കമ്മിറ്റി രൂപീകരിച്ച് കൃഷിക്ക് അനുയോജ്യമായ സ്ഥലം കണ്ടെത്തി ഒരുക്കുന്നതിനുള്ള നടപടികളും സ്വീകരിക്കും. കുട്ടികൾക്ക് കൃഷിയുടെ വിവിധ മേഖലകളിൽ പരിശീലനം നൽകുന്നതിനൊപ്പം വിത്ത് നടുന്നത് മുതൽ വിളവെടുപ്പ് വരെയുള്ള പ്രവർത്തനങ്ങളിൽ നേരിട്ട് പങ്കാളികളാകാനും അവസരമൊരുക്കും. കതിർ പദ്ധതിയുടെ ഭാഗമായി ഓരോ സ്കൂളിനും 10,000 രൂപ വീതം സർക്കാർ ധനസഹായം നൽകുമെന്നും മന്ത്രി പറഞ്ഞു. ചെറുപ്പകാലത്ത് നമ്മളെല്ലാവരും വീടിന്റെ മുറ്റത്ത് ചെറിയ തടമുണ്ടാക്കി കൃഷി ചെയ്യുന്നവരാണ്. ഓരോ ദിവസവും ആ വിത്തിട്ട് അല്ലെങ്കിൽ വാഴ കന്ന് വെച്ച് അതിന്റെ തൂമ്പ് എത്രത്തോളം എടുത്തു എന്ന് പരിശോധിക്കുന്നവരാണ് നമ്മൾ കൊച്ചുനാളിൽ. നമ്മുടെ മക്കൾക്ക് ഇന്ന് അത്തരം ഒരു ആദിയോ വ്യാധിയോ കൃഷി രീതിയോ ഒരു രീതിയിലുള്ളതായിരിക്കുന്ന കണക്ടിവിറ്റി അവർക്ക് ഇന്ന് കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ടുകൊണ്ടിട്ടില്ല. പ്രൈമറി സെക്ടറായിട്ടുള്ള കൃഷി ഇന്ന് 2ാം സ്ഥാനത്തേക്ക് പതിക്കുന്ന ഒരു രംഗമാണ്. പിടിച്ചെടുത്ത് തിരിച്ചു കൊണ്ടുവന്നേ പറ്റൂ. കൊണ്ടുവന്നില്ലെങ്കിൽ അത് നാം ഈ പൊതുസമൂഹത്തിനോടും വരും തലമുറയോടും ഒക്കെ ചെയ്യുന്ന വലിയ അനീതിയായിരിക്കും. അതിൻ്റെ ഒരു പൂർണാർത്ഥത്തിലുള്ള ക്രമീകരണത്തിന്റെ ഭാഗമായാണ്, ചെറുപ്പത്തെ തിരിച്ചു കൊണ്ടുവരാനുള്ള വലിയ പരിശ്രമത്തിന്റെ ഭാഗമായാണ് സംസ്ഥാന സർക്കാർ കൃഷി വകുപ്പ് രൂപപ്പെടുത്തിയതായ കതിർ എന്ന അതിമനോഹരമായിട്ടുള്ള പുതിയ പദ്ധതി. അതിന്റെ ഭാഗമായി സ്കൂളുകളിൽ കാർഷിക ക്ലബ്ബ് ആരംഭിക്കുകയാണ്. കതിർ എന്ന നാമധേയത്തിൽ ആ കൃഷി ക്ലബിന്റെ നേതൃത്വത്തിൽ സ്കൂളുകളിൽ കൃഷി ആരംഭിക്കുകയാണ്. കൃഷിസ്ഥലം ഉള്ളതായിരിക്കുന്ന സ്കൂളുകളുണ്ട്, ഇല്ലാത്തതുണ്ട്. ഇല്ലാത്തതായ ഇടത്ത് ഒരു കമ്മിറ്റി ഉണ്ടാകും. ആ കമ്മിറ്റി സ്ഥലം എത്തിച്ചു കൊടുക്കും. കുട്ടികൾ അവിടെ കൃഷി ചെയ്യും. അവർക്കുള്ള ട്രെയിനിങ് പ്രോഗ്രാം കൊടുക്കും. ഒരു സ്കൂളിലേക്ക് 10,000 രൂപ സർക്കാർ കൊടുക്കും. അവർക്കുള്ളതായിരിക്കുന്ന എല്ലാ രീതിയിലുള്ള പ്രേരണയും കൊടുക്കും. ഇന്ന് എറണാകുളത്തെ പത്രസമ്മേളനത്തിൽ ബഹുമാന്യനായ വിദ്യാഭ്യാസ മന്ത്രിയുമായി അവസാന റൗണ്ട് ചർച്ചയും കഴിഞ്ഞ് ഞാൻ ഒരു കാര്യം കൂടെ പ്രഖ്യാപിച്ചു. NCC പോലെ, സ്കൗട്ട്സ് പോലെ, ഗൈഡ്സ് പോലെ കേരളക്കരയിൽ കായിക കലാ മത്സരങ്ങളിൽ നമ്മുടെ മക്കൾ പോകുമ്പോൾ ആ മക്കൾക്ക് എവിടെയൊക്കെ അവർ മത്സരത്തിന് പോകുന്നുവോ ആ സന്ദർഭത്തിലൊക്കെ മക്കൾക്ക് കൂട്ടിരിക്കുന്നവരാണ് നമ്മൾ. രാവും പകലുമില്ലാതെ കൂട്ടിരിക്കുന്നവർ. ഒന്ന്, മക്കളുടെ പ്രകടനം കാണാം. 2, മക്കൾ മത്സര പരീക്ഷകൾക്കും പോകുമ്പോൾ അവർക്കൊരു 5 മാർക്കോ 10 മാർക്കോ ഗ്രേസ് മാർക്ക് കിട്ടുമെങ്കിൽ അത് അവരുടെ ജീവിതത്തിൽ ഉപകാരപ്പെടണം. ചരിത്രത്തിൽ ആദ്യമായി കേരളത്തിലെ ഗവൺമെന്റ് തീരുമാനമെടുത്തു, കാർഷിക വൃത്തിയിൽ ഏർപ്പെടുന്നതായ കതിർ ക്ലബിലെ കുട്ടികൾക്ക് വെയിറ്റേജ് മാർക്ക് കൊടുക്കാൻ ഈ സർക്കാർ തീരുമാനമെടുക്കുകയാണ്. ചെറുപ്പത്തെ കൃഷിയിലേക്ക് കണക്ട് ചെയ്ത് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടുള്ള വലിയ പ്രവർത്തനത്തിന്റെ ഭാഗമാണ്. നേരത്തെ MLA ഇവിടെ സൂചിപ്പിച്ചു, 2026 വനിതാ കർഷക വർഷമാണ്. ആ വനിതാ എൻ്റെ മുമ്പിൽ യഥേഷ്ടം വനിതകളുണ്ട്, സഹോദരിമാരുണ്ട്. 2026 വനിതാ കർഷക വർഷത്തിൽ ദേശീയ തലത്തിലുള്ള കർമ്മപരിപാടികൾ പ്രഖ്യാപിക്കപ്പെട്ടിട്ടില്ല. കേരള സംസ്ഥാനം ആദ്യമായി തീരുമാനമെടുത്തു. 350 ലക്ഷം രൂപ ഈ വർഷം വെച്ചു. ഐക്യരാഷ്ട്ര സംഘടന 1 വർഷമാണ് പദ്ധതി പ്രഖ്യാപിച്ചതെങ്കിൽ കേരള ഗവൺമെന്റ് 5 വർഷം നീണ്ടു നിൽക്കുന്ന കൃഷി സഖി എന്ന വനിതകൾക്ക് മാത്രമായുള്ള ചരിത്രത്തിലെ ആദ്യത്തെ പദ്ധതി പ്രഖ്യാപിച്ച് ആ പദ്ധതിയുടെ നിർവഹണത്തിലേക്ക് പോവുകയാണ് നമ്മൾ. ഈ കൃഷി രീതിയുടെ ഏറ്റവും മനോഹരമായ പ്രത്യേകത ഇവിടെ വന്നപ്പം മനസ്സിലായത്, ഇവിടെ കടൽക്കാറ്റിന്റെ സാന്നിധ്യമുണ്ട്, ഇവിടെ ഉപ്പ് രസമുണ്ട്, ഇവിടെ മണലിലാണ് കൃഷി,
ഈ മണ്ണിന് പല മൂലകങ്ങളുടെയും നഷ്ടമുണ്ട്. ആ മൂലകങ്ങളുടെ നഷ്ടം മുഴുവൻ തിരിച്ചു പിടിക്കാൻ ജൈവ രീതി ആവിഷ്കരിച്ച് അതിനാധുനികമായിട്ടുള്ള സംവിധാനങ്ങൾ മുഴുവൻ ക്രമപ്പെടുത്തി മനോഹരമായിട്ടുള്ള കൃഷി ഇവിടെ നടക്കുകയാണ്. പോഷകമൂല്യമുള്ളതായിരിക്കുന്ന ഒരിടത്ത് നടത്തുന്ന കൃഷിയേക്കാൾ ആ ചെടികൾക്കും ആ സസ്യങ്ങൾക്കും ഇടുപ്പും തലയെടുപ്പുമുണ്ട്. അതാണ് CP സാലിഹിനെ പോലെയുള്ള തലയെടുപ്പ് അദ്ദേഹത്തിൻ്റെ കൃഷിയിലെ സസ്യലതാദികൾക്കുമുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട യാഥാർത്ഥ്യം. കാർഷിക വൃത്തിയിൽ സജീവമായി പങ്കെടുക്കുന്ന കതിർ ക്ലബിലെ വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ മാർക്ക് നൽകുന്ന സംവിധാനം ഏർപ്പെടുത്തുന്നതിന് വിദ്യാഭ്യാസ വകുപ്പുമായി ചേർന്ന് സർക്കാർ തീരുമാനിച്ചിട്ടുണ്ടെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. കൃഷിയോടുള്ള താൽപര്യം പഠനത്തിന്റെ ഭാഗമാക്കുന്നതിലൂടെ വിദ്യാർത്ഥികളിൽ കാർഷിക സംസ്കാരവും സ്വയം പര്യാപ്തതയും വളർത്തുകയാണ് പദ്ധതിയുടെ ലക്ഷ്യമെന്നും അദ്ദേഹം വ്യക്തമാക്കി. വനിതകളെ കാർഷിക മേഖലയിലേക്ക് കൂടുതൽ ആകർഷിക്കുന്നതിനായി 5 വർഷം നീണ്ടു നിൽക്കുന്ന കൃഷി സഖി പദ്ധതിയിലേക്കും സംസ്ഥാനം കടക്കുകയാണെന്ന് മന്ത്രി പറഞ്ഞു. വനിതകളുടെ നേതൃത്വത്തിൽ കാർഷിക പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനും അവരുടെ സാമ്പത്തിക സ്വയം പര്യാപ്തത ഉറപ്പാക്കുന്നതിനുമാണ് പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നത്. CP സാലിഹിന്റെ നേതൃത്വത്തിൽ CP ട്രസ്റ്റ് നടത്തിവരുന്ന പ്രവർത്തനങ്ങൾ മാതൃകാപരമാണെന്നും മന്ത്രി അഭിപ്രായപ്പെട്ടു. ഗീതാ ഗോപി MLA അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മേരി തോമസ്, റൂറൽ ജില്ലാ പോലീസ് മേധാവി മുഹമ്മദ് നദിമുദ്ദീൻ എന്നിവർ മുഖ്യാതിഥികളായി. ജില്ലാ പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ PI സജിത, പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PS ഷജിത്ത്, ജില്ലാ പഞ്ചായത്ത് അംഗം അമൽ T പ്രേമൻ, വലപ്പാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PK മോഹനൻ, പഞ്ചായത്ത് അംഗം ശോഭന ഷൺമുഖൻ, പ്രിൻസിപ്പൽ കൃഷി ഓഫീസർ നിംഭ ഫ്രാങ്കോ, കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ KC റൈഹാന, കൃഷി ഓഫീസർ ലക്ഷ്മി K മോഹൻ, CP കർഷക സംഘം സെക്രട്ടറി വിൽസൺ പുലിക്കോട്ടിൽ തുടങ്ങിയവർ സംസാരിച്ചു. ചടങ്ങിൽ CP ട്രസ്റ്റ് ചെയർമാൻ CP സാലിഹിനെ കൃഷിവകുപ്പ് മന്ത്രി ആദരിച്ചു. CP ട്രസ്റ്റിന്റെ സൗജന്യ ഡയാലിസിസ് സെന്ററും സന്ദർശിച്ചാണ് മന്ത്രി മടങ്ങിയത്. മനം കവരും സ്വർണ്ണ വജ്രശോഭയിൽ മനോഹരമായ ഡിസൈനുകൾ, ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ മികച്ച കളക്ഷൻസ്, 3 പതിറ്റാണ്ടിലേറെ പാരമ്പര്യത്തോടെ മുഗൾ ഗോൾഡൻ ഡയമണ്ട്സ്, തൃപ്രയാർ 3 പീടിക. നിങ്ങളുടെ അധ്വാനത്തിന് സത്യമുണ്ട്, ഞങ്ങളുടെ സ്വർണത്തിനും. ഇഷാര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, തൃപ്രയാർ ആൻഡ് കൊടകര. സ്വർണത്തിന്റെ സത്യം.